മണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 44/2024 ആണ് ക്വസ്റ്റ്യൻ കോഡ്. ഇതിൽ 10 GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ട്രേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ 10 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന: 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: 1037 പേരാണ് ഇതിൽ ഒപ്പിട്ടത്. 1037 പേരാണ് ഇതിൽ ഒപ്പിട്ടത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, C കൃഷ്ണപിള്ള എന്നിവർ നിവേദനത്തിന് വേണ്ടി പ്രയത്നിച്ചു. KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, C കൃഷ്ണപിള്ള എന്നിവർ നിവേദനത്തിന് വേണ്ടി പ്രയത്നിച്ചു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്: തിരുവിതാംകൂറിലെ വിദ്യാസമ്പന്നർക്ക് ഉന്നത ഉദ്യോഗങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ സമ്പന്നർക്ക് ഉന്നത ഉദ്യോഗങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1-നാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: 1037 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. 1037 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് എന്നാണ് തന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് എത്ര പേരാണ്? 1028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, C കൃഷ്ണപിള്ള എന്നിവർ നിവേദനത്തിന് വേണ്ടി പ്രയത്നിച്ചു. മലയാളി മെമ്മോറിയലിന് വേണ്ടി പ്രയത്നിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, C കൃഷ്ണപിള്ള എന്നിവർ മലയാളി മെമ്മോറിയലിന് വേണ്ടി പ്രയത്നിച്ചു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ സമ്പന്നർക്ക് ഉന്നത ഉദ്യോഗങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചതാണ് മലയാളി മെമ്മോറിയൽ. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 3, 4 ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. 1028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരുന്നു ഇതിൽ തെറ്റിച്ച് തന്നിരുന്നത്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അപ്പൊ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം നമുക്കറിയാം. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് പറഞ്ഞു. ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതെന്നറിയാം. ഇനി എന്താണ് ഈ മലയാളി മെമ്മോറിയൽ? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ വിദ്യാസമ്പന്നർക്ക് ഉന്നത ഉദ്യോഗങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു നിവേദനമാണ് ഇതെന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ. നമുക്കറിയാം തിരുവിതാംകൂറിൽ മുൻപ് ഉദ്യോഗങ്ങൾ നൽകിയിരുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ അത് തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു. എന്നാൽ അതിനെതിരായിട്ട് തിരുവിതാംകൂറിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് വേണ്ടിയിട്ട് ഈ ജോലികൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് ഇത് മലയാളി മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. ഇനി നമുക്കറിയാം 1028 പേരാണ് മലയാളി മെമ്മോറിയൽ എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. 1028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. അതിൽ ആദ്യത്തെ 3 ഒപ്പുകാർ നമുക്ക് ചോദിച്ചിട്ടുണ്ട് PSCക്ക്. മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ 3 ഒപ്പുകാർ. ഒന്നാമത്തെ ഒപ്പുകാരൻ എന്ന് പറയുന്നത് ആരാണ്? KP ശങ്കരമേനോൻ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. KP ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലുമായിട്ട് പ്രവർത്തിച്ചു എന്നത് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളി മെമ്മോറിയലിലെ ആദ്യ ഒപ്പുകാരൻ എന്ന് പറയുന്നത് KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിലെ രണ്ടാമത്തെ ഒപ്പുകാരൻ GP പിള്ള. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ എന്ന് പറയുന്നത് ഡോക്ടർ P പൽപ്പു ആണ്. ഇങ്ങനെയായിരുന്നു ആദ്യ 3 ഒപ്പുകൾ. പിന്നെ മലയാളി മെമ്മോറിയലിലെ ആകെ ഒപ്പുകൾ എന്ന് പറയുന്നത് 1028 ആണെന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ നേതൃത്വം നൽകിയ വ്യക്തി, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ്? GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി അത് GP പിള്ളയാണെന്ന് നമുക്കറിയാം. തിരുവിതാംകൂറിലെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി GP പിള്ളയാണ്. ഇനി PSCക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്: തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രം ആരുടേതെന്ന് ചോദിച്ചാലും ആരുടേതാണ്? GP പിള്ളയുടേതാണ്.
മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രം GP പിള്ളയുടേതാണ്. പിന്നെ GP പിള്ളയുടെ ഒരു മുദ്രാവാക്യം, അതായത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് GP പിള്ള എഴുതിയ മുദ്രാവാക്യമാണ് ഏത്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് GP പിള്ള എഴുതിയ മുദ്രാവാക്യമാണ് ഏത്? തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്നത്. പിന്നെ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ചോദിച്ചാലും ആര് തന്നെയാണ്? GP പിള്ളയാണ്. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരെന്ന് ചോദിച്ചാൽ GP പിള്ളയാണ്. INC-യുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് ആകെ 72 പേരാണ്. 72 പ്രതിനിധികളാണ് ആദ്യത്തെ INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്നാണ്? 1885 ബോംബെയിൽ നടന്ന സമ്മേളനത്തിൽ 72 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഏക മലയാളി ചോദിച്ചാൽ അത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? GP പിള്ളയാണ്. പിന്നെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ചോദിച്ചാലും ആരാണ്? GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി GP പിള്ള. അപ്പോൾ നമ്മൾ GP പിള്ളയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ 72 പ്രതിനിധികളാണ് INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞു. അതേസമയം ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യക്ക് അധികാരം കൈമാറ്റം നടത്തുന്നതിന് എത്ര ദിവസം എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും 72 ദിവസമാണ്. അതായത് അധികാര കൈമാറ്റം നടത്താൻ വേണ്ടിയിട്ട് എടുത്ത കാലയളവ് ചോദിച്ചാൽ 72 ദിവസമാണ്. അതും 72 ആണെന്ന് ഓർമ്മിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ചോദിച്ചാൽ അത് GP പിള്ളയാണെന്ന് പറഞ്ഞു. പിന്നെ മലയാളി മെമ്മോറിയലിന് എഴുതി തയ്യാറാക്കിയ വ്യക്തി CV രാമൻ പിള്ളയാണെന്ന് പറഞ്ഞു. CV രാമൻ പിള്ളയെ കുറിച്ച് നമുക്കറിയാം. പ്രധാനപ്പെട്ട 3 ചരിത്ര നോവലുകൾ ആരുടേതാണ്? CV രാമൻ പിള്ളയുടേതാണ്. ഏതൊക്കെയാണ്? ധർമ്മരാജ, രാജബഹദൂർ, മാർത്താണ്ഡവർമ്മ. CV രാമൻ പിള്ളയുടെ 3 ചരിത്ര നോവലുകളാണ് മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഇതിൽ ധർമ്മരാജ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം PSC ചോദിച്ചിട്ടുണ്ട്. എന്നാണ്? 1913. 1913 ധർമ്മരാജ പ്രസിദ്ധീകരിക്കുന്നത്. CV രാമൻ പിള്ളയുടെ വീട്ടുപേരെന്താണ്? റോസ്കോട്ട് വീട് അല്ലേ? റോസ്കോട്ട് ഭവനം. CV രാമൻ പിള്ളയുടെ വീട്ടുപേരാണ് റോസ്കോട്ട് ഭവനം. എവിടെയാണത്? നെയ്യാറ്റിൻകരയിലാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ CV രാമൻ പിള്ളയാണ്. ഇനി മലയാളി മെമ്മോറിയലിന് നിയമ ഉപദേശം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? മലയാളി മെമ്മോറിയലിന് നിയമ ഉപദേശം നൽകിയ ബ്രിട്ടീഷുകാരൻ അദ്ദേഹമാണ് എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിന് നിയമ ഉപദേശം നൽകിയ ബ്രിട്ടീഷുകാരനാണ് എഡ്ലി നോർട്ടൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവെന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. അങ്ങനെയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് പറയുന്നത് ടി മാധവറാവു ആണ് തിരുവിതാംകൂറിലെ ദിവാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊന്നാണ് ഈഴവ മെമ്മോറിയൽ അല്ലേ? ഈഴവ മെമ്മോറിയൽ, അതായത് ഈഴവർക്ക് ജോലിയിൽ പ്രാതിനിധ്യം, ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ P. പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ P. പൽപ്പു ആണ്. എന്നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്? 1896 സെപ്റ്റംബർ 3-നാണ്. 1896 സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ P. പൽപ്പു ആണെന്ന് പറഞ്ഞു. ഇനി ഈഴവ മെമ്മോറിയലിലെ ആകെ ഒപ്പുകളുടെ എണ്ണം എത്രയാണ്? 13,176. ഈഴവ മെമ്മോറിയലിലെ ആകെ ഒപ്പുകളുടെ എണ്ണം 13,176 ആണ്. ഇനി രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്നാണ്? 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900 ആണ്. ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 44/2024 ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ച് എക്സ്പ്ലനേഷൻ നൽകിയത്. ഇത് റിവിഷനായിട്ട് നിങ്ങൾ കരുതണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 14 രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്തത് 1977 ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്തത് 1977 മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുഖപത്രം ഗ്രന്ഥാലോകമാണ്.
കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുഖപത്രം ഗ്രന്ഥാലോകമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, മലയാള ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന സ്ഥാപനമാണ് സുഗുണപോഷിണി. സ്ഥാപനമായിരുന്നു സുഗുണപോഷിണി. മലയാള ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന സ്ഥാപനമായിരുന്നു സുഗുണപോഷിണി. 4 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഇതിൽ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 14 രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്തത് 1977 മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുഖപത്രം ഗ്രന്ഥാലോകമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, മലയാള ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന സ്ഥാപനമായിരുന്നു സുഗുണപോഷിണി. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം. നമുക്ക് ഒന്നുകൂടി നോക്കാം, ഉത്തരം നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 14 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ സെപ്റ്റംബർ 14 മറ്റൊരു പ്രത്യേകത എന്താണ്? ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14 ലോക ഹിന്ദി ദിനം എന്ന് പറയുന്നത് ജനുവരി 10 ലോക ഹിന്ദി ദിനം ജനുവരി 10, ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. ഇവിടെ കേരള ഗ്രന്ഥശാല ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 14 അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്തത് 1977 അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്ത വർഷം 1977 ശരിയായ പ്രസ്താവന. മൂന്നാമത്തേത്, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത് ഗ്രന്ഥാലോകമാണ്, അതും ശരിയായ പ്രസ്താവനയാണ്. ഗ്രന്ഥാലോകം എന്നതാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, മലയാള ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന സ്ഥാപനമാണ് സുഗുണപോഷിണി. അത് തെറ്റായ പ്രസ്താവനയാണ്. എന്നാൽ സുഗുണപോഷിണി എന്ന് പറയുന്നത് ഒരു ലൈബ്രറി തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതായിരുന്നു കേരള ഗ്രന്ഥശാല സംഘത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? P.N. പണിക്കർ. P.N. പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് P.N. പണിക്കർ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? P.N. പണിക്കരുടെ മുഴുവൻ പേരാണ് പുതുവായിൽ നാരായണൻ പണിക്കർ. പുതുവായിൽ നാരായണൻ പണിക്കർ എന്നതാണ് P.N. പണിക്കരുടെ മുഴുവൻ പേര്. PSCക്ക് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് P.N. പണിക്കരുടെ ജന്മദേശം എവിടെയാണ്? P.N. പണിക്കരുടെ ജന്മദേശം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആണ്. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? P.N. പണിക്കർ ജനിക്കുന്നത്. എന്നാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ 1909 മാർച്ച് 1 അദ്ദേഹം ജനിച്ചത്. 1909 മാർച്ച് 1 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്താണ് P.N. പണിക്കർ, പുതുവായിൽ നാരായണൻ പണിക്കർ ജനിക്കുന്നത്. ഇനി അദ്ദേഹം മരിക്കുന്നത് 1995 ജൂൺ 19. 1995 ജൂൺ 19. ഈ ജൂൺ 19 പ്രത്യേകത എന്താണ്? അത് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് കിട്ടി. എന്താണ്? P.N. പണിക്കരുടെ ചരമദിനം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 വായനാ വാരം എന്ന് പറയുന്നത് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ്. കേരളത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വ്യക്തി ചോദിച്ചാലും P.N. പണിക്കരാണ്. പിന്നെ അടുത്ത് നമുക്ക് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലാണ് ഏത്? പബ്ലിക് ലൈബ്രറി. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പബ്ലിക് ലൈബ്രറി. ഈ പബ്ലിക് ലൈബ്രറിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ എഡ്വേർഡ് കഡോഗനാണ്. എഡ്വേർഡ് കഡോഗൻ. പബ്ലിക് ലൈബ്രറിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എഡ്വേർഡ് കഡോഗൻ. അതായത് പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത വ്യക്തിയാണ് എഡ്വേർഡ് കഡോഗൻ എന്ന് പറയുന്നത്. ഈ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വർഷം 1829 സ്വാതി തിരുനാളിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് എന്ത് ചെയ്യുന്നത്? ഈ പബ്ലിക് ലൈബ്രറി സ്ഥാപിക്കപ്പെടുന്നത്. ഈ പബ്ലിക് ലൈബ്രറിയുടെ മുൻപിലാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഉള്ളൂരിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് പബ്ലിക് ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു രണ്ടാമത് പറഞ്ഞത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്, വക്കം മൗലവി അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു.
1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചു. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യമാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യമാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, മുസ്ലിം വനിത എന്ന മാസിക ആരംഭിച്ചതും വക്കം മൗലവിയാണ്. മുസ്ലിം വനിത എന്ന മാസിക ആരംഭിച്ചതും വക്കം മൗലവിയാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ സംബന്ധിച്ച ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ആദ്യം പറഞ്ഞത് 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ശരിയാണ്. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി 5 തെങ്ങിൽ നിന്നും ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതും ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഇതിൽ അൽ ഇസ്ലാം എന്ന് പറയുന്നത് അറബി മലയാളം മാസികയാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നതാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത് പറഞ്ഞത്, മുസ്ലിം വനിത എന്ന മാസിക സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. മുസ്ലിം വനിത എന്ന മാസിക സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ വക്കം മൗലവിയെ സംബന്ധിച്ച ശരിയായ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ 3 ആയിരുന്നു. 1, 2, 3. ഇതിൽ മുസ്ലിം വനിത എന്ന മാസിക സ്ഥാപിച്ചത് വക്കം മൗലവി, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അങ്ങനെ ഒരു മാസിക ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് വക്കം മൗലവിയെ കുറിച്ചാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ജനിക്കുന്നത് 1873 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1932 ജനനം 1873, മരണം 1932. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി നമുക്കറിയാം അദ്ദേഹം സ്ഥാപിച്ച ഒരു പത്രത്തെ കുറിച്ചായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. 1906 സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് വന്നത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. നമുക്കറിയാം ഇനി സ്വദേശാഭിമാനിയെ നാടുകടത്തിയ വർഷം 1910 1910 സ്വദേശാഭിമാനിയെ നാടുകടത്തുന്നത്. എന്തിനാണ് നാടുകടത്തുന്നത്? തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന പി രാജഗോപാൽ ആചാര്യയെ വിമർശിച്ചതിനെ തുടർന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുന്നത്. അപ്പോൾ പി രാജഗോപാൽ ആചാര്യ, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന പി രാജഗോപാൽ ആചാര്യയെ വിമർശിച്ചതിനെ തുടർന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുന്നത്. എങ്ങോട്ടേക്കാണ് നാടുകടത്തിയത്? മദ്രാസിലേക്കാണ് നാടുകടത്തിയത്. മദ്രാസിലേക്കാണ് നാടുകടത്തിയതെങ്കിലും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂറാണ്. കാരണം കണ്ണൂർ എന്താണ്? അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയുണ്ടായി. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ ആരുടേതെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ്. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ നമുക്കറിയാം, ബി കല്യാണിക്കുട്ടിയമ്മ. വ്യാഴവട്ട സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ബി കല്യാണിക്കുട്ടിയമ്മയാണ്. വ്യാഴവട്ട സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് ബി കല്യാണിക്കുട്ടിയമ്മ. ഇനി നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം, പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. അത് എഴുതിയത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം എഴുതിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി ഗാന്ധിജിയെയും കാറൽ മാർക്സിനെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തി ചോദിച്ചാലും ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അതായത് ഗാന്ധിജിയുടെയും കാറൽ മാർക്സിന്റെയും ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയ വ്യക്തി ചോദിച്ചാലും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പൊ സ്വദേശാഭിമാനിയെ നാടുകടത്തിയ വർഷം 1910 നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതേ വർഷം തന്നെയാണ് ഈ സ്വദേശാഭിമാനി പത്രം എന്ത് ചെയ്യുന്നത്? കണ്ടുകെട്ടുന്നത്. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുന്നത് 1910. അപ്പൊ അങ്ങനെ ഈ കണ്ടുകിട്ടിയ പത്രം തിരിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കുടുംബത്തിന് കേരള സർക്കാർ നൽകുന്നത് 1957. കണ്ടുകിട്ടിയ ഈ സ്വദേശാഭിമാനി പത്രം 1957 എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് നൽകുന്നുണ്ട്.
പിന്നെ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ചോദിച്ചാലും ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ചോദിച്ചാലും വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ നമ്മുടെ ചോദ്യം വക്കം മൗലവിയെ കുറിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ വക്കം മൗലവിയെ കുറിച്ച് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? താഴെ പറയുന്നവയിൽ 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് നീൽമണി ഫൂക്കൻ. നീൽമണി ഫൂക്കൻ. നീൽമണി ഫൂക്കൻ ആസാം കവി എന്ന് തന്നിട്ടുണ്ട്. നീൽമണി ഫൂക്കൻ ആസാം കവി. 2 രാം ഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതൻ. 2 രാം ഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതൻ. 3 ദാമോദർ മൗസോ കൊങ്കണി കവി. ദാമോദർ മൗസോ കൊങ്കണി കവി. 4 ഗുൽസാർ ഉറുദു കവി. ഗുൽസാർ ഉറുദു കവി. ഇതിൽ 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം ആരൊക്കെയാണ്? നമുക്കറിയാം 2ഉം 4ഉം. അതായത് സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യ. രാം ഭദ്രാചാര്യ 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2023. 2023 അത് കിട്ടിയത് 2 പേർക്കാണ്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് രാം ഭദ്രാചാര്യ. രാം ഭദ്രാചാര്യ ഇദ്ദേഹം എന്താണ്? ഒരു സംസ്കൃത പണ്ഡിതനാണ്, ആത്മീയാചാര്യൻ കൂടിയാണ് രാം ഭദ്രാചാര്യ. അപ്പൊ ഇദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയവരിൽ ഒരാളെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്, UP ആണ്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? രാം ഭദ്രാചാര്യ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗിരിധർ മിശ്രയാണ്. ഗിരിധർ മിശ്ര. ഇനി 2ാമത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അതായത് 2023 2 പേർക്കാണെന്ന് പറഞ്ഞു. ഒന്ന് രാം ഭദ്രാചാര്യ, 2ാമത്തെ വ്യക്തിയാണ് ഗുൽസാർ. ഗുൽസാർ ഇദ്ദേഹം ഉറുദു കവിയാണ്. ഗുൽസാർ എന്ന് പറയുന്നത് ഉറുദു കവിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് സംപൂരൻ സിംഗ് കർല. സംപൂരൻ സിംഗ് കർല. സംപൂരൻ സിംഗ് കർല എന്നതാണ് ആരുടെ യഥാർത്ഥ നാമം? ഗുൽസാറിന്റെ യഥാർത്ഥ നാമം. അങ്ങനെ 2 പേർക്കാണ് 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഒന്ന് രാം ഭദ്രാചാര്യ, 2 ഗുൽസാർ. ഇപ്പൊ 2023 അവാർഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ 2022 കിട്ടിയ വ്യക്തിയാണ് ദാമോദർ മൗസോ. 2022 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതാണ് ദാമോദർ മൗസോ. ദാമോദർ മൗസോ കൊങ്കണി കവിയാണ് ദാമോദർ മൗസോ. പിന്നെ 2021 ലഭിച്ച വ്യക്തിയാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന നീൽമണി ഫൂക്കൻ. നീൽമണി ഫൂക്കൻ അദ്ദേഹം ആസാമീസ് കവിയാണ്. നീൽമണി ഫൂക്കൻ ആസാമീസ് കവിയാണ്. 2021 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് നീൽമണി ഫൂക്കൻ ആണ്. അപ്പോൾ ഇതായിരുന്നു ജ്ഞാനപീഠത്തെ സംബന്ധിച്ചതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961 എന്നാൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1965 ആദ്യം ലഭിച്ചത് നമുക്കറിയാം ജി ശങ്കരക്കുറുപ്പ്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തി ജി ശങ്കരക്കുറുപ്പാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കിട്ടിയ കൃതി എന്ന് ചോദിച്ചാൽ ഓടക്കുഴലാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഓടക്കുഴലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഒന്ന് പറയാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആദ്യം ലഭിച്ചത് നമുക്കറിയാം 1965 ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. കൃതി നമ്മൾ പറഞ്ഞു ഏതാണ്? ഓടക്കുഴൽ. ഇനി 2ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടാണ്. 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. കിട്ടിയ കൃതി ചോദിച്ചാൽ ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് SK പൊറ്റക്കാടിന് 1980 2ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന മലയാളി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 3ാമത് മലയാളി ചോദിക്കുകയാണെങ്കിൽ 1984 തകഴി ശിവശങ്കര പിള്ള. ജ്ഞാനപീഠം ലഭിച്ച 3ാമത്തെ മലയാളി 1984 തകഴി ശിവശങ്കര പിള്ള. സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത്. കാരണം 1982 മുതൽ ജ്ഞാനപീഠം അവാർഡ് കൊടുത്തു തുടങ്ങുന്നത് എന്താണ്? സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുത്തു തുടങ്ങുന്നത്.
അതുകൊണ്ടാണ് 84 തകഴിക്ക് ലഭിച്ചപ്പോൾ എന്ത് സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചത്. ഇനി ഞാനിവിടെ പുരസ്കാരം 4ാമതായിട്ട് ലഭിച്ചത് 1995 MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്കാണ് 4ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്ത് തന്നെയാണ്? സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ്. 5ാമതായിട്ട് ലഭിച്ചത് 2007 ONV കുറുപ്പിനാണ്. 2007 ONV കുറുപ്പിനാണ് 5ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന മലയാളി. അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി എന്നാണ് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇങ്ങനെ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 11 ലക്ഷം രൂപയാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക 11 ലക്ഷം. അപ്പൊ ജ്ഞാനപീഠത്തെ സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് 4ാമത് തന്നിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. CV കുഞ്ഞിരാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ CV കുഞ്ഞിരാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് 1850 എറണാകുളത്ത് ജനിച്ചു. 1850 എറണാകുളത്ത് ജനിച്ചു. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് സുജന നന്ദിനിയുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു. സുജന നന്ദിനി എന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചു. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള കൗമുദി പത്രം ആരംഭിച്ചു. കേരള കൗമുദി പത്രം ആരംഭിച്ചു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് 1949 78ാം വയസ്സിൽ അന്തരിച്ചു. 1949 78ാം വയസ്സിൽ അന്തരിച്ചു. ഇതിൽ CV കുഞ്ഞിരാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ചോദ്യം. ഉത്തരം നോക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, 1850 എറണാകുളത്ത് ജനിച്ചു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം ജനിച്ചത് 1871 മയ്യനാടാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് CV കുഞ്ഞിരാമൻ ജനിക്കുന്നത്. വർഷം 1871. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആദ്യം തന്നിരുന്നത്. ജനിച്ച വർഷം 1871 കൊല്ലം ജില്ലയിലെ മയ്യനാട്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സുജന നന്ദിനിയുടെ എഡിറ്ററായി പ്രവർത്തിച്ചു. സുജന നന്ദിനി എന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചു. അത് ശരിയാണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ സുജന നന്ദിനി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരെന്ന് ചോദിച്ചാൽ പരവൂർ കേശവനാശാനാണ്. പരവൂർ കേശവനാശാൻ. സുജന നന്ദിനി എന്ന പത്രത്തിന്റെ പത്രാധിപർ ചോദിച്ചാൽ പരവൂർ കേശവനാശാൻ. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സുജന നന്ദിനിയുടെ എഡിറ്ററായിട്ട് CV കുഞ്ഞിരാമൻ പ്രവർത്തിച്ചു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള കൗമുദി പത്രം ആരംഭിച്ചു. കേരള കൗമുദി പത്രം ആരംഭിച്ചു. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ് വർഷം? 1911 കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് എന്ത് ആരംഭിക്കുന്നത്? കേരള കൗമുദി പത്രം ആരംഭിക്കുന്നത്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 4 1949 78ാം വയസ്സിൽ അന്തരിച്ചു. 1949 78ാം വയസ്സിൽ അന്തരിച്ചു. അതും എന്ത് തന്നെയാണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ 2, 3, 4 ആയിരുന്നു സ്റ്റേറ്റ്മെന്റുകളായിരുന്നു ശരിയായിട്ട് വരുന്നത്. ഒന്നുകൂടി വായിക്കാം, ശരിയായിട്ടെല്ലാം വായിക്കാം. CV കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായിട്ട് ഒന്നുകൂടി വായിക്കാം. 1871 കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ഇദ്ദേഹം ജനിച്ചത്. പിന്നെ സുജന നന്ദിനി എന്ന പത്രത്തിന്റെ എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കൗമുദി പത്രം 1911 ആരംഭിച്ചതും ആര് തന്നെയാണ്? CV കുഞ്ഞിരാമൻ തന്നെയാണ്. 1949 78ാം വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സുജന നന്ദിനി എന്ന പത്രത്തിന്റെ പത്രാധിപർ ചോദിച്ചാൽ പരവൂർ കേശവൻ ആശാനാണ്. ഇനി അതിന്റെ എഡിറ്ററായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സുജന നന്ദിനി എന്ന പത്രത്തിന്റെ മാത്രമല്ല, മലയാള രാജ്യം, നവജീവൻ, വിവേകോദയം തുടങ്ങിയ പത്രങ്ങളുടെ എഡിറ്ററായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? CV കുഞ്ഞിരാമൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള രാജ്യം, നവജീവൻ, വിവേകോദയം, പിന്നെ നമ്മൾ പറഞ്ഞ സുജന നന്ദിനി തുടങ്ങിയ പത്രങ്ങളുടെ എഡിറ്ററായിട്ടും CV കുഞ്ഞിരാമൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അതും CV കുഞ്ഞിരാമനാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും CV കുഞ്ഞിരാമനാണ്. ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തൂലികാനാമം. CV കുഞ്ഞിരാമന്റെ തൂലികാനാമം. അതായത് അദ്ദേഹം 3 തൂലികാനാമങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഭാഷാ അഭിമാനി. അതായിരുന്നു പേസിക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഭാഷാ അഭിമാനി എന്ന തൂലികാനാമം സ്വീകരിച്ചതാരെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമനാണ്. ഭാഷാ അഭിമാനി. പിന്നെ മറ്റ് 2 തൂലികാനാമങ്ങളാണ്. ഒന്ന് തീയൻ, മറ്റൊന്ന് സിംഹളൻ. ഇപ്പൊ ഭാഷാ അഭിമാനി, തീയൻ, സിംഹളൻ എന്നീ തൂലികാനാമങ്ങൾ ആരുടേതെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമൻ്റെതാണ്.
അപ്പോൾ CV കുഞ്ഞിരാമൻ എഡിറ്ററായിട്ട് പ്രവർത്തിച്ച ഒരു പത്രം പറഞ്ഞായിരുന്നു സുജന നന്ദിനി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സുജന നന്ദിനി പത്രത്തിൽ 1905 ഈഴവ നായർ ലഹളയെ സംബന്ധിച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി. 1905 ഈഴവ നായർ ലഹളയെ സംബന്ധിച്ച ഒരു കുറിപ്പ് ഈ സുജന നന്ദിനി പത്രത്തിൽ വരികയുണ്ടായി. അപ്പോൾ അത് അങ്ങനെ വന്നത് കാരണം ഈ സുജന നന്ദിനി പത്രം എന്ത് ചെയ്തു, പത്ര ഓഫീസ് തീ കത്തിക്കുകയുണ്ടായി. തീ വെച്ചു നശിപ്പിച്ചു. സുജന നന്ദിനി പത്രത്തിന്റെ ഓഫീസ് തീ വെച്ച് നശിപ്പിച്ചു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കുമാരനാശാൻ എഴുതിയ ഒരു കൃതിയാണ് ഒരു ഉദ്ബോധനം എന്ന് പറയുന്നത്. ഈ 1905 ഈഴവ നായർ ലഹളയെ സംബന്ധിച്ച് ഒരു കുറിപ്പ് സുജനനന്ദിനി പത്രത്തിൽ വരികയും അതിനോടനുബന്ധിച്ച് സുജനനന്ദിനി പ്രസ് തീ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ഒരു ഉദ്ബോധനം. നമുക്കറിയാം, ഒരു ഉദ്ബോധനം എന്ന കൃതിയിലെ വരികളാണ്, കുമാരനാശാൻ എഴുതിയ വരികളാണ്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആ വരികൾ വരുന്നത് ഏതിലെന്ന് ചോദിച്ചാൽ ഏതിലാണ്? ഈ പറഞ്ഞ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കൃതിയിലാണ്. പിന്നെ CV കുഞ്ഞിരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സാഹിത്യ അവാർഡുണ്ട്. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം അവസാനം കൊടുത്തത് 2022 അത് ലഭിച്ചത് സേതുവിനാണ്. 2022 CV കുഞ്ഞിരാമൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. അങ്ങനെ 44/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ക്വസ്റ്റ്യൻ, നമ്മൾ 10 GK ആണ് അതിലുള്ളത്. 5 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വളരെ ഒരു ചെറിയ ക്ലാസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് നൽകിയത്. അപ്പോൾ ഇതെല്ലാവരും ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് കാണണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.